ഗുഡ് മോർണിംഗ്, നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഡേ 2 ആണ്. അപ്പോൾ രാവിലെ 7:30 ഇവിടെ കോംപ്ലിമെൻ്ററി ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ട്. അപ്പോൾ അതും കഴിച്ചിട്ട് പോവാമെന്ന് കരുതി. ഇന്നൊരു 500 കിലോമീറ്റർ, ഇന്നലെ ഒരു 500-600 നമ്മൾ കിലോമീറ്ററിനുള്ളിൽ നിർത്തി. ഇന്നും അതുപോലെ. അപ്പോൾ 7 മണിക്ക് തിരിക്കാൻ നേരി ഇപ്പോൾ ഇവിടെ ബ്രേക്ക്ഫാസ്റ്റ് ഉണ്ടെന്ന് പറഞ്ഞു. പിന്നെ ബ്രേക്ക്ഫാസ്റ്റ് ഇവിടെ കഴിച്ചിട്ട് പോകാമെന്ന് കരുതി. വെറുതെ ആ ടൈം വേസ്റ്റ് ചെയ്യണ്ടല്ലോ. ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചിട്ട് നമുക്ക് യാത്ര തുടരാം. ബ്രെഡ് സ്ഥിരം എല്ലായിടത്തും ഉള്ള പോലെ ബ്രെഡ് ടോസ്റ്റ് എനിക്ക് വേണ്ടല്ല. ജ്യൂസ്, കേസരി, ടൂട്ടി ഫ്രൂട്ടി ഇടണം. അതിന് ഊത്തപ്പം, പറാത്ത. നാളെ മുതൽ പറാത്തയുടെ കളി. ഇത് ഉപ്മാവ്, സാമ്പാർ, ചട്നി, എഗ്ഗായിരിക്കും. പാൻ കേക്ക്. എടാ പാൻ കേക്ക് ഉണ്ട്. ഇത്രയാണ്. ചായ അത് വെറുതെ വെച്ചേക്കുന്നത്. എന്താണ് നിനക്ക്? എനിക്ക് ആക്ച്വലി കേസരി കുറച്ച് വേണം. ദോശയൊന്നും എനിക്ക് വേണ്ട. നിനക്കാണോ കേസരി? ഇതിട്ടിട്ട് ഗുഡ് മാനേഴ്സ് പഠിക്കൂ കുട്ടി. എന്നിട്ട് വേണ്ട എടുക്കാൻ. പറാത്തയൊക്കെ നാളെ മുതൽ പറാത്തയുടെ കളിയാണ്. ഐ തിങ്ക് ഉപ്മാവാണെന്ന് തോന്നുന്നു. ഇഡ്ഡലി ആയിരിക്കും അത്. മാറിക്കൊടുറ. ഉപ്മാവാണോ? ചട്നി ഇത് അവിടെ ഉണ്ട്. മാറിക്കൊടുട്ടാ. ഇഡ്ഡലിയൊന്നും എനിക്ക് വേണ്ട. പാൻ കേക്ക് അതിട്ടിട്. അത് ആ സൈഡിൽ നോക്കട്ടെ. കൊള്ളാമെങ്കിൽ അങ്ങനെ എടുക്കണുള്ളൂ. ഒരെണ്ണം മതി. എടുത്തിട്ട് വേണമെങ്കിൽ കഴിക്കാം. നമുക്ക് വേണമെങ്കിൽ പിന്നീട് എടുക്കാം. എനിക്ക് എഗ് ബോയിൽ വേണം. ഇത് കഴിച്ചിട്ട് മുട്ട എടുക്കാം. കഴിച്ചിട്ടെടുക്കാം. അതിൻ്റെ കൂടെ വയ്ക്കണ്ട. ഇപ്പം വെക്കണ്ട. നീ അവിടെ പോയി ക്ലോസ്. ചായയൊക്കെ ഇല്ലാണ്ടോ? എനിക്കിത് മതി. നോക്കട്ടെ കൊള്ളാൻ പോകുന്നത്. രണ്ട് ചട്നി വേണ്ട എനിക്ക്. ഉപ്മാവ് കൊള്ളാം. കേസരി നോക്കട്ടെ. കേസരിയും കൊള്ളാം. ടൂട്ടി ഫ്രൂട്ടി ഇട്ടേക്കണം. എനിക്ക് ആ സാധനം ഇഷ്ടമല്ല. ടൂട്ടി ഫ്രൂട്ടി കേസരി ഉള്ളടാ. കഴിച്ചു നോക്ക്. ബട്ടർ വെച്ച് കഴിയും. ഡേ 2 ബ്രേക്ക്ഫാസ്റ്റും കഴിഞ്ഞ് നമ്മൾ യാത്ര തുടങ്ങിയിട്ടുണ്ട് കേട്ടോ. രാവിലെ അധികം ചൂടൊന്നുമില്ല. ഉച്ച ഒരു 8-9 മണിയൊക്കെ കഴിയുമ്പോഴാണ് വെയിൽ വന്ന് തുടങ്ങുമ്പോൾ കേട്ടോ ചൂട്. രാത്രി നമ്മൾ വേണ്ട അറിഞ്ഞില്ല. രാവിലെ ഇപ്പോൾ ബാഗൊക്കെ വയ്ക്കാൻ വന്നപ്പോൾ വലിയ ചൂട് ഇല്ലായിരുന്നു. അതിന് നമ്മൾ ഈ AC എന്നൊക്കെ പെട്ടെന്ന് ഇറങ്ങിയിട്ട് അതുകൊണ്ടായിരിക്കും അല്ലേ. പെട്ടെന്ന് വെയിലത്ത് ഇറങ്ങണതിൻ്റെ ഒരു ഇതാണോ സഹിക്കാം. പക്ഷെ രാത്രിയൊക്കെ നമ്മൾ പുറത്തോട്ട് ഇറങ്ങിയപ്പോഴും ഒരു കാറ്റിനൊക്കെ ചൂട് കാറ്റായിരുന്നു. ചൂടുണ്ട്, ഇല്ല എന്നല്ല. പിന്നെ പെട്ടെന്ന് AC നമ്മൾ വെളിയിലോട്ട് ഇറങ്ങുമ്പോൾ ആ ചൂട് സഹിക്കാൻ പറ്റുന്നില്ല. തണുത്തിട്ട് പെട്ടെന്ന് വെയിൽ കൊള്ളുമ്പോൾ ഉള്ളൊരിതായിരിക്കാം. സാധാരണ നമ്മൾ ഈ റൂട്ട് വഴി പോകുമ്പോൾ ഈ സമയമാണ് എപ്പോഴും ഓൾമോസ്റ്റ് നമ്മൾ പോകുന്നത്. നമ്മൾ സമ്മറിൽ പോയിട്ടില്ല. ഇത് ആദ്യമായിട്ട് പോവാണ്. വിൻ്ററിൽ പോകുമ്പോൾ ഈ സമയമൊക്കെ മഞ്ഞായിരിക്കും. അപ്പോൾ ഞാൻ പറയും നോക്കിയേ മഞ്ഞ് നോക്കിയെന്ന്. അപ്പം മഞ്ഞുമില്ല, ഒന്നുമില്ല. തീ വെയിൽ. കാറിനകത്ത് ഇരിക്കുന്നവരുടെ ദേഹത്ത് പോലും ആ വെയിലിൻ്റെ ചൂടിൻ്റെ ഇതറിയാൻ പറ്റുന്നുണ്ട്. അത്ര വെയിൽ കേട്ടോ. റോഡ് പോലും കാണാൻ പറ്റാതെയാണ് സാധാരണ രാവിലെ ഇതുവഴി നമ്മൾ പോവാറ്. നമ്മൾ വീണ്ടും പെട്രോൾ അടിക്കാൻ കയറിയേ. ഇത് തമിഴ്നാടാണ്. പക്ഷെ ഇവിടെ 102 രൂപ. ഇന്നലെ പെട്രോൾ അടിച്ചിട്ട് പിന്നെ ഇപ്പോഴാട്ടോ അടിക്കുന്നത്. അന്നലെ അവിടെ നിന്ന് ഫുൾ ടാങ്ക് അടിച്ച് 3300 രൂപയ്ക്ക് എന്തോ. ഇന്നിപ്പോൾ അതുപോലൊരു എമൗണ്ട് വരും. 500 കിലോമീറ്റർ. ഇനിയും കുറച്ചുകൂടെയൊക്കെ പോവും. എങ്കിലും ഒരു സേഫ്റ്റി സൈഡ് ഒരു 168 കിലോമീറ്റർ കാണിക്കുന്നുണ്ട്. അപ്പോൾ അടിച്ചിട്ട് മുന്നോട്ട് പോകാമെന്ന് കരുതി. ഇവിടെ 102 രൂപ. എന്നാലും അവിടെ 101 ഉണ്ടായിരുന്നു. തമിഴ്നാടാണ്. പക്ഷേ ഇത് തമിഴ്നാട് കർണാടക ബോർഡറാണ്. അതുകൊണ്ടാവാം ചിലപ്പോൾ 102. ഇപ്പോൾ 2900 അടിച്ചു കേട്ടോ. നമ്മളിപ്പോൾ ഹൊസൂർ എത്താറായി, ബാംഗ്ലൂരൊക്കെ എത്താറായി. ഈ സാധനം കുറേ നാൾ കൊണ്ട് ഞാൻ കാണുകയാണ്. ഇതെന്നാ സാധനം എണ്ണ? പുളിയാ? കൊടുക്കാപ്പുളി, கோணக்காய் அப்படின்னு சொல்லுவாங்க. இது வந்து நம்ம அந்த நவாப்பழ சீசன் மாதிரி இது ஒரு சீசன் உண்டு. இதுக்கெல்லாம் ஒரு 2 மாசம் சீசன் ஆகும். பிபி, சுகர், கொலஸ்ட்ரால் எல்லாத்துக்கும் நல்லது. இது குரு சாப்பிடலையா? குரு சாப்பிடும். அது வெள்ளையா இருக்கு. அது மட்டும் சாப்பிடணும். இது வெள்ளை 2 மாசம், ஒரு வருஷத்துல 2 மாசம் சீசன். அது டேஸ்ட் இப்படி தாங்க வரும். இனிப்பு வர ஒரு மீடியமா இருக்கும். நம்ம கேரளான்னு வர்றது. இது கேரளால தெரியும். பார்த்துட்டு இருக்கு. கழிச்சு
தமிழ்நாட்டில் ஃபேமஸ். ആ തമിഴ്നാട്ടിൽ ഫേമസ് ഉണ്ട്. വേണ്ട, നമുക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളൂല, എനിക്ക് ഇഷ്ടപ്പെട്ടില്ല. കൊള്ളാം, പക്ഷെ എന്താ നമുക്ക് ഇങ്ങനെ അധികം കഴിക്കാൻ പറ്റുന്ന സാധനമില്ല. ഇതൊന്ന് ടേസ്റ്റ് അറിയണമെന്നുണ്ടായിരുന്നു, ടേസ്റ്റ് അറിഞ്ഞു. തമിഴ്നാട് വരുമ്പോഴൊക്കെ ഇങ്ങനെ ഇരിക്കേ, ഇപ്പോഴാണ് നിർത്തി നോക്കാൻ പറ്റിയത്. ഇന്നലെ സംഭവം കൊള്ളൂല. അപ്പം നമുക്ക് പോവാം. ഉറങ്ങി എണീറ്റ് എന്തോ കഴിക്കാൻ നിർത്തിയെന്നും പറഞ്ഞ് എണീറ്റിരിക്കുകയാണ് കിടന്ന്. കേബേജ് കൃഷി നിറച്ച് മാങ്ങ കൃഷി, മാവിൻ്റെ ഈ മരമൊക്കെ നിൽക്കണുണ്ട്. ഇവിടെ ഇങ്ങനെ ഉണ്ടെങ്കിൽ മാങ്ങ വാങ്ങിക്കണം, കരിക്ക് വാങ്ങിക്കണം, അങ്ങനെ 1-2 സാധനങ്ങൾ വാങ്ങിക്കാനുണ്ട്. കയറാം, വെയിൽ. എങ്കിലും ഇന്നലത്തെ അത്ര ചൂടില്ലെന്ന് തോന്നണല്ലേ. പിന്നെ ചൂടായി വരണതല്ലേ ഉള്ളൂ. പോവാം. നമ്മൾ ബാംഗ്ലൂരൊക്കെ കഴിഞ്ഞ് ഫുഡ് കഴിക്കാനായിട്ട് ഒരു ഷോപ്പിംഗ് മോള് പോലത്തെ ഒരു സ്ഥലത്ത് എത്തിയിട്ടുണ്ട്. ഇവിടെ KFC, ബർഗർ കിങ്, സ്റ്റാർബക്സ് എല്ലാം ഇൻ്റർനാഷണൽ ബ്രാൻഡഡ് സ്ഥലങ്ങളും സാധനങ്ങളും ഇവിടെ കിട്ടും കേട്ടോ. അപ്പോൾ ഇവിടെ എന്തോ റെസ്റ്റോറൻറ്റും കണ്ടു, അങ്ങനെയാണ് ഇറങ്ങിയത്. പക്ഷെ എന്തോ തെലുങ്കിലൊക്കെ എഴുതി വെച്ചേക്കണം, ഒന്നും വായിക്കാൻ പറ്റുന്നില്ല. ഇതിനകത്തായിരിക്കും അല്ലേ റെസ്റ്റോറൻ്റ് എന്ന് വിശ്വസിക്കുന്നു. വാഷ്റൂമിൽ പോകാൻ അത്യാവശ്യം, വാഷ്റൂമിൽ പോകാൻ അത്യാവശ്യം. അത് നമ്മൾ വേറെ ഏതോ രാജ്യത്ത് വന്ന പോലെ ഉണ്ട്. നല്ല വലിയ ഇവിടെ ഇല്ല കേട്ടാ, ബാക്കിൽ നല്ല ഷോപ്പിംഗ് മോൾ കണക്കൊരു മോൾ. ടോയ്സൊക്കെ അവിടെ ഇരിക്കും. നമ്മളിപ്പോൾ അത് വാങ്ങിക്കാനല്ലല്ലോ അത്. പിന്നെ അവിടെ കിട്ടാത്ത സാധനങ്ങളല്ലേ ഇവിടെ. അതാണ് തോന്നുന്നത് റെസ്റ്റോറൻറ്റ്. ഉഷും പുള്ളും അറിഞ്ഞൂടാ, സോറി. അതായിരിക്കും. KFC, ഹൽദിറാംസ് ഒക്കെ ഉണ്ട്. KFC ഒക്കെ കഴിക്കാനുള്ള സമയം ഇനിയും ഉണ്ട്. അതുകൊണ്ട് തൽക്കാലം ഇപ്പം കഴിക്കുന്നില്ല. ഇല്ലടാ, അപ്പുറത്താണത്. അത് ഹൽദിറാംസ്. ആരും ഇല്ലെന്ന് തോന്നുന്നു. നമ്മൾ വേറെ എവിടെയോ വന്ന പോലെ ഉണ്ട് കേട്ടോ. മലേഷ്യ, റാമോജി. ശരിയാണ്, റാമോജിയിലൊക്കെ പോയി വാഷ്റൂമിൽ പോയിട്ട് വരാം. അവിടെ വെജിറ്റേറിയൻ കടയാണെന്ന്, അതുകൊണ്ട് പിന്നെ നോൺ വെജ് നോക്കാമെന്ന് കരുതി. നോക്ക്, മെത്തീസ് ആണെന്ന് തോന്നുന്നു. നല്ല ചെരുപ്പ്, നല്ല ചെരുപ്പ് കട. ആ ചെരുപ്പ് പിന്നെ എത്ര വാങ്ങിച്ചാലും മതിയാവില്ലല്ലോ. നമ്മളിപ്പോൾ കയറിയ കട ഇതായിരുന്നു, വെജായിരുന്നു. അപ്പോൾ പിന്നെ അപ്പുറത്തെ കട നോൺ വെജാന്ന് പറഞ്ഞ് അങ്ങോട്ട് പോയി നോക്കാം. എല്ലാം ഉണ്ട് കേട്ടോ, ഇവിടെ എല്ലാം ഉണ്ട്. ബർഗർ കിങ്ങും ഒക്കെ ഉണ്ട്. ഞാൻ തോന്നുന്നു ചിക്കൻ മഞ്ചൂരി. ഹിയർ സ്പെഷ്യൽ चिकन दम बिरयानी, गोंगूरा मटन बिरयानी, स्टार्टर में तंदूरी चिकन और चिकन टिक्का, ചിക്കൻ കറി സ്പെഷ്യൽ, आंध्र चिकन करी, തന്തൂരി ചിക്കൻ കറിയോ? आंध्र चिकन, ആന്ധ്ര ചിക്കൻ കറി. आंध्र चिकन करी, राजमा मलाई करी, എന്താന്ന് വേണം? ബോൾ. ആ ഓക്കെ ഓക്കെ. റാഗി മൊത്ത. मुद्दा, ആ മുത്താന്ന് പറഞ്ഞ സാധനമില്ലേ, ബോൾ, റാഗി ബോൾ. ഇതൊരെണ്ണം വേണം എനിക്ക്. അതൊക്കെ കോമ്പിനേഷൻ नाटकोड़ी पुलसु, നാട്ടുകോടി പുഴുസും മട്ടനും കോമ്പിനേഷൻ അല്ലേ? गोंगूरा मटन करी, गोंगूरा चिकन, गोंगूरा मटन, ഇതൊക്കെ സ്പെഷ്യൽ ഇതല്ലേ നാട്ടുകോടി. ഒരു നാട്ടുകോടി പുളുസും ഒരു മട്ടൻ കറിയും വാങ്ങിക്കാം. ബാക്കി ഇതൊരെണ്ണം മതി. ചപ്പാത്തിയും വാങ്ങിക്കാം. ചപ്പാത്തി പോരെ? അല്ലെങ്കിൽ ഏതെങ്കിലും ഒരു കറി മതി അല്ലേ? ഇതും കോമ്പിനേഷൻ. ओनली रागी संगति नाटकोड़ी पुलसु कॉम्बिनेशन, which one good? Good ma'am, नाटकोड़ी पुलसु रागी संगति टेस्ट. സാധാരണ മട്ടൻ കറി ആയിട്ടാണ് അവർക്ക്. ഇത് ഗ്രേവി അല്ലേ? हाँ, ഓക്കെ, ഇതൊന്ന് मटन करी, ഒരു റാഗി സംഗതി. हाँ, പിന്നെ ചപ്പാത്തി വാങ്ങിക്കാം. പൊറോട്ടയൊക്കെ ഉണ്ട്. ഗാർലിക് നാൻ, ബട്ടർ നാൻ, ബട്ടർ റൊട്ടി, തന്തൂരി റൊട്ടി, ചപ്പാത്തി. ഏത് വേണം? എന്ത് പ്ലെയിൻ നാൻ മതിയാ? ഒരു ബട്ടർ, ഒരു പ്ലെയിൻ നാൻ. ഏട്ടന് 2 പ്ലെയിൻ നാൻ ബട്ടർ. ഇത് ഹൗ മെനി പീസസ്? only one piece. ഓൺലി 1 പീസ്. അപ്പം 2 നാൻ, പ്ലെയിൻ നാൻ. ഈ റാഗി മുത്തു എന്ന് പറഞ്ഞിട്ടൊരു സാധനം ഞാൻ യൂട്യൂബിലൊക്കെ കണ്ടിട്ടുണ്ട്, ചില മൂവീസിലൊക്കെ കണ്ടിട്ടുണ്ട് കേട്ടോ. അന്ന് മുതൽ അത് കഴിക്കണമെന്നൊരാഗ്രഹമുണ്ട്. യൂട്യൂബ് വീഡിയോസിൽ കണ്ട് അതിങ്ങനെ എടുത്തിട്ട് ഇങ്ങനെ ഇറക്കുകയാണ് ചെയ്യുന്നത്. ചവയ്ക്കത്തില്ല എന്നാണ് പറയുന്നത്. അതിൻ്റെ കൂടെ മട്ടൻ കറിയാണ് കോമ്പിനേഷൻ പറഞ്ഞത്. പക്ഷെ ഇവിടുത്തെ പുള്ളി നാട്ടുകോഴിക്കറി എന്നാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നമ്മളെന്തായാലും മട്ടൻ കറി പറഞ്ഞു. പിന്നെ ഏട്ടൻ പറഞ്ഞു ഒരു ഗ്രേവിയെ പറഞ്ഞിട്ടുള്ളൂ. കാരണം ക്വാണ്ടിറ്റി എങ്ങനെയാണെന്ന് അറിയില്ല, വെറുതെ വാങ്ങിച്ച് വേസ്റ്റായി. നമുക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിൽ പിന്നെ അത് കളയേണ്ടി വരും. അത്യാവശ്യം നല്ല റേറ്റ് എല്ലാത്തിനും ഉണ്ട്. നാനിന് വരെ 80 രൂപയാണ് ഒരു നാനിന്.
ബോട്ടിലിന് സാധാരണ നമ്മളിത് പുറത്ത് 20 രൂപയ്ക്ക് വാങ്ങും, ഇവിടെ 45 രൂപ കേട്ടോ. അതൊക്കെയാണ്. വെയിറ്റ് ചെയ്യാം, കൊണ്ടുവരട്ടെ. വേദ ബിരിയാണി ആദ്യം പറഞ്ഞു, പിന്നെ ഇത് കേട്ടപ്പോൾ ഇത് മതി എന്ന് പറഞ്ഞു. നോക്കട്ടെ മട്ടൺ എങ്ങനെയുണ്ട്. ഓക്കെ അല്ലേന്ന് ചോദിച്ചപ്പോൾ ഓക്കെ എന്ന് പറഞ്ഞില്ലേ. പിന്നെ അതുപോലെ കാശ്മീരൊക്കെ ഉള്ളവരുണ്ടെങ്കിൽ മെസ്സേജൊക്കെ ഇട്ടോളൂ കേട്ടോ. ഇന്നലെയൊക്കെ ഒരുപാട് പേര് ഞാൻ സ്റ്റാറ്റസ് ഇട്ടായിരുന്നു കാശ്മീരൊക്കെ പോവാമെന്ന് പറഞ്ഞ് സ്റ്റാറ്റസ് ഇട്ടപ്പോൾ ഒരുപാട് പേര് ഇൻസ്റ്റയിലൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ട്. കുറച്ച് പേരൊക്കെ മെസ്സേജ് ഇട്ടിട്ടുണ്ടായിരുന്നു. കാരണം കാശ്മീരൊക്കെ ഒരുപാട് മിലിറ്ററി ഹസ്ബൻഡ്സ് വർക്ക് ചെയ്യുന്നവർ, അവിടെ സെറ്റിൽ ചെയ്തവരൊക്കെ മീറ്റ് ചെയ്യാൻ കാണാമെന്നൊക്കെ പറഞ്ഞ് ഞങ്ങൾക്ക് ഡൽഹിയിൽ ഒരു ദിവസം സ്റ്റേ ഉണ്ട് കേട്ടോ. ഡൽഹിയിലുള്ള ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്തിട്ടുണ്ട്. പിന്നെ ഗുജറാത്തൊന്നും നമ്മൾ ഫോണിലല്ല. ഗുജറാത്ത് ഉണ്ടായിരുന്നു. ആ ചേച്ചി എപ്പോഴും എനിക്ക് മെസ്സേജ് ഇല്ല. എപ്പോൾ പോയാലും നമ്മൾ ഇതുവരെ ഗുജറാത്ത് പോയിട്ടില്ല, ഗുജറാത്ത് വഴിയാണ് പോകുന്നതെങ്കിൽ ഏതൊരു സ്ഥലത്തിൻ്റെ പേര് പറഞ്ഞു നമ്മളവിടെ ഉണ്ട് എന്നൊക്കെ പറഞ്ഞിട്ട് മെസ്സേജ് ഇട്ടായിരുന്നു. എപ്പോഴും നമ്മളിങ്ങനെ ഇങ്ങോട്ട് ട്രിപ്പ് എന്ന് പറയുമ്പോൾ പല സ്ഥലങ്ങളിൽ എത്തുമ്പോൾ പലരും കാണാനായിട്ട് വേണ്ടിയിട്ട് മെസ്സേജൊക്കെ ഇടാറുണ്ട്. ഒരുപാട് സന്തോഷമുള്ള കാര്യമായിട്ടോ. സമയം ഉണ്ടെങ്കിൽ നമ്മൾ ഉറപ്പായിട്ടും കാണുകയും ചെയ്യും. പല സ്ഥലങ്ങളിൽ ഞങ്ങൾക്ക് ഒരുപാട് ഹെൽപ്പ് ചെയ്തിട്ടുള്ളവരും ഉണ്ട് കേട്ടോ. കാശ്മീരൊക്കെ ഉണ്ടെങ്കിൽ നമുക്ക് പറ്റുകയാണെങ്കിൽ കാണാം. ഡൽഹിയിൽ പിന്നെ ഇവിടെ നാഗ്പൂർ അങ്ങനെയുള്ള സ്ഥലങ്ങളിലൊക്കെ സ്റ്റേ ചെയ്യുമ്പോൾ അവിടെ എങ്ങും അങ്ങനെ ആരും മെസ്സേജ് ഇടാറില്ല. ഗുജറാത്ത്, ഡൽഹി, കാശ്മീർ, പിന്നെ അന്ന് വാരണാസി പോയപ്പോൾ, അയോധ്യയിൽ പോയപ്പോൾ ഒക്കെ ഒരുപാട് പേര് നമ്മൾ മീറ്റ് ചെയ്യാൻ ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. അപ്പോൾ റാഗി ഗുത്തു, ഇവിടെ പേര് വേറെന്തോ സാധനം കേട്ടോ, റാഗി സംഗതി എന്നാണ് എൻ്റെ പേര്. അതിന് ഒരു ബോളിന് 150 രൂപ. ഈശ്വര, കഴിക്കാൻ പറ്റണേ. 150, 15 രൂപയല്ലേ ഇന്ന്. ഒരു ഹാഫ് തന്തൂരി. 20 minutes ഹാഫ് തന്തൂരിക്ക്. അതർ ഓൾ 20 minutes. 65 ചിക്കൻ 65. അന്നെത്ര? ചിക്കൻ 65 കേട്ടാ. ഇത് തന്തൂരി തന്നെ മതിയോ? 65 how many minutes? 65. അയാൾക്കൊട്ട് ഇംഗ്ലീഷും അറിയില്ല, എനിക്കൊട്ട് തെലുങ്കും അറിയില്ല. അയാൾക്കൊട്ട് മലയാളം അറിയത്തില്ല, എനിക്കൊട്ട് തെലുങ്കും അറിയത്തില്ല. അതൊക്കെ കുട്ടൻ. അല്ല, അയാൾക്ക് തെലുങ്ക് അറിയാം, എനിക്ക് തെലുങ്ക് അറിഞ്ഞൂടാ. അയാൾക്ക് മലയാളം അറിഞ്ഞൂടാ, എനിക്ക് തെലുങ്ക് അറിഞ്ഞൂടാ. അയാൾക്ക് മലയാളം അറിഞ്ഞൂടാ, അറിയാം, എനിക്ക് തെലുങ്ക് അറിഞ്ഞൂടാ. അയാൾക്ക് മലയാളം അറിഞ്ഞൂടാ, എനിക്ക് മലയാളം അറിയാം. ഇത് എന്താ പറയാൻ വന്ന, വിശന്നിരിക്കുകയായിരുന്നു. രാവിലെ 7:30 ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചു, പിന്നെ എങ്ങും നിർത്തിയില്ല. നമുക്കെപ്പോഴും പണി കിട്ടുന്നത് ആ ഹൊസൂരിൽ നിന്ന് ഹൊസക്കോട്ടെന്ന് പറഞ്ഞ സ്ഥലം വരെ എപ്പോഴും ഏതെങ്കിലും ഒരു പട്ടിക്കാട് വഴി വന്ന് വളരെ കുറച്ച് കിലോമീറ്ററൊക്കെ കാണും. പക്ഷേ ഏതെങ്കിലും കാട്ട് റൂട്ട് കൂടെ വന്ന് നമ്മളെ പണി പറഞ്ഞു കേട്ടോ. അതുകൊണ്ട് വെള്ളം പോലും കിട്ടിയില്ല. ഇപ്പോഴാണ് കഴിക്കുന്നത്. ഇത് കൊണ്ടുവച്ചത് വളരെ നന്നായി. 65+ ഔട്ട്ലെറ്റ്സ് ഉണ്ട് കേട്ടോ. കൃഷ്ണതുംഗഭദ്ര, 1000+ ബിരിയാണീസ്. ഇവിടെ ബിരിയാണി സ്പെഷ്യലാണെന്ന് തോന്നുന്നു. നമ്മുടെ ഫുഡ് വരുന്നുണ്ട്. റാഗി കൊത്തും കണ്ടാണ് എൻ്റെ ശരിക്കുള്ള പേര്. ഇതാണ് ആ സാധനം, റാഗി ബോൾ. ഇത് നല്ല ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ. ചട്നിയാ, കണ്ടിട്ട് മട്ടൻ കറി കൊള്ളാം. നമ്മൾ ചിക്കൻ 65 ഇവിടെ പറഞ്ഞിട്ടുണ്ട്. റാഗി ചവയ്ക്കാണ്ട് ഇങ്ങനെ ഇറക്കും എന്നാണ് പറയണത്. മട്ടൺ അത്യാവശ്യം ക്വാണ്ടിറ്റി ഒക്കെ ഉണ്ട്. മതി. നല്ല എരിവുണ്ട്, നല്ല എരിവ്. മതി എരിവുണ്ടാ നോക്കിയിട്ട്. ഇത് മറ്റേ നോർത്ത് ഇന്ത്യൻ കറി പോലെ ഉണ്ട്. വേണ്ട. ഇത് ഇങ്ങനെ എടുക്കണം. എന്നിട്ട് ഇങ്ങനെ
ഏതൊരു മുഖം പോണത് ഭയങ്കര എരിവ്. ഇങ്ങനെ ആക്കാനാണ് പറയുന്നത്, പക്ഷെ എനിക്ക് ചവച്ചഴിക്കാനാണ് ഇഷ്ടം. കൊള്ളാം. ഈ സാധനം അത്ര ടേസ്റ്റ് ഒന്നും ഞാൻ പറയാനില്ല, പക്ഷെ കൊള്ളാം. ഒരു വെറൈറ്റി എരിവാ. ഞാൻ എൻ്റെ കൂടെ തന്നെ അതേ ഉള്ളൂ. മട്ടൻ കഴിച്ചു നോക്കട്ടെ കൊള്ളാമോ. വെന്തത് കുറവ് മട്ടൻ, ഒന്നും കുഴപ്പമില്ല. ഞാൻ ഡ്രൈ എന്നാണ് കഴിയുക. ഇപ്പോൾ സ്പൈസി No, medium place. ഭയങ്കര എരിവ് കേട്ടോ. വേണ്ട, എരിവും ചൂടും. ഇന്ന് ചില്ലി ചിക്കൻ പോലെ ഉണ്ടല്ലോ. എനിക്ക് പല്ലെടുത്തതിന് ശേഷം നാക്കിൽ എരിവും ചൂടും വയ്ക്കാൻ പാടില്ല. കഴിച്ചു നോക്കട്ടെ. കൊള്ളാം. ചൂട്. ഒരു മിനിറ്റ്, ഒന്നും പറയാൻ പറ്റുന്നില്ല. ചൂടടിച്ചപ്പോൾ കണ്ണിൽ കൂടെ വെള്ളം വരണം. നാക്ക് ഭയങ്കര സെൻസിറ്റീവാണ് പല്ലെടുത്ത ശേഷം. 65 എന്ന് പറഞ്ഞാൽ ഞാൻ ഡ്രൈ ആണെന്നാണ് കരുതി, പക്ഷേ ഗ്രേവി ടൈപ്പ്, പക്ഷെ കൊള്ളാം, നല്ല സാധനം. ഈ മട്ടനെ കാട്ടി ചിക്കൻ ഇഷ്ടപ്പെട്ടു. എരിയണം തോന്നുന്നു. എനിക്കും ഭയങ്കര സെൻസിറ്റീവ്. ഇപ്പോൾ പല്ലെടുത്തതിന് ശേഷം നാക്കിലോട്ട് ചൂടും എരിവും വയ്ക്കാൻ പറ്റില്ല. 1344. കുഴപ്പമില്ലായിരുന്നു. അത്യാവശ്യം നല്ല ഫുഡ് തന്നെയായിരുന്നു. വലിയ കത്തിന്ന് മട്ടന് 489. ചില്ലി ചിക്കൻ റേറ്റ് കൂടുതൽ 300. ചില്ലി ചിക്കൻ പോലെ ഇരുന്നുകൊണ്ടാണ് അങ്ങനെ പറഞ്ഞത്. ചിക്കൻ 65 369. അത് റേറ്റ് കൂടുതൽ. ഞാൻ ഡ്രൈ ഫ്രൈ എന്ന് കരുതിയാണ് ഓർഡർ ചെയ്തത്, പക്ഷേ മറ്റേ ഗ്രേവി ചില്ലി ചിക്കൻ പോലെ. ചെരുപ്പ് വാങ്ങിക്കണ്ടേ, നമുക്ക് ബോബ വേണമെന്ന് പറഞ്ഞ് ബോബയും കൂടെ വാങ്ങിച്ചു കൊടുക്കും. നമ്മൾ ഒരു ലെമൺ ഇത് മാത്രം സോഡ മാത്രമേ വാങ്ങിച്ചുള്ളൂ. നമുക്ക് ബോബ വേണമെന്ന് പറഞ്ഞു. അപ്പോൾ ബോബ എല്ലാവർക്കും കൂടി അവിടെ നിന്ന് കുടിക്കാമെന്നിരുന്നു. ഗോലി സോഡ. പക്ഷേ ഈ സെറ്റപ്പ് എനിക്ക് ഇഷ്ടപ്പെട്ടു. എൻ്റെ ചെരുപ്പ് ഇവിടെയാണ്, മറ്റേ മെത്തീസ് അതല്ലേ. ചെരുപ്പ് കണ്ട വീഡിയോ എടുക്കൊണ്ട് പോകുന്നു, ഞാൻ കാണിക്കില്ല. വേദ ഈ ചെരുപ്പ് എടുത്ത കേട്ടോ, ഭയങ്കര കംഫർട്ടബിൾ, നമ്മുടെ മെത്തീസൊക്കെ പോലത്തെ ഇത്. അപ്പോൾ ഇവർ ജസ്റ്റ് ട്രയലിന് വെച്ചൊക്കെയാണ്, നമ്മൾ പറയുന്നതനുസരിച്ച് അവർ ഇട്ട് തരും. ഏട്ടെന്താ ഇതെടുത്തു, സെയിം കളർ തന്നെ കാണിര്, സെയിം കളർ തന്നെ. എനിക്ക് അതുപോലത്തെ ഇഷ്ടപ്പെട്ട. വേറെ അതെടുത്തോണ്ടാണ് ഞാൻ കളർ ചേഞ്ച് പറയാല്ലേ. അവിടെ വിളിക്കട്ടെ. പക്ഷെ ആ കളറായിരുന്നു നല്ലതരി. ഓക്കെ, ഇല്ല ഞാൻ എന്നിട്ടോ ഇതില്ല സൈസ് കറക്റ്റ് കൊണ്ടുണ്ട്. 38 എവിടെ? 38 വലുത്. 37 സൈസ് സെയിം. 37 ഗ്രീൻ. ഇത് നല്ല മാച്ചായിരിക്കും. ദിസ് കളർ ജസ്റ്റ് നോക്കട്ടെ. പക്ഷെ അത് നൈസായിരുന്നു. എനിക്ക് പച്ച ഭയങ്കര ഇഷ്ടമാണ്. ജസ്റ്റ് നോക്കട്ടെ, ജസ്റ്റ് പെയർ ജസ്റ്റ്. How much? 999. കൊള്ളാം അല്ലേ? വലുതാ? ഓക്കെ ഓക്കെ. ഫിക്സ്. കമേലിയോ ഇൻ്റർനാഷണൽ ബ്രാൻഡാണ്, ഫ്രം തായ്ലൻഡ്. ഇത് യെല്ലോ ചേഞ്ച്
വേദം എടുത്തിട്ട് അവൾക്ക് എനിക്ക് എന്തോരു ഭംഗി, അവൾ കളർഫുള്ളായിട്ട് ഇരിക്കുന്നുണ്ട്. അപ്പം യെല്ലോയും പിങ്കും ആക്കാൻ പറയും. അങ്ങനെ യെല്ലോയും പിങ്കും ആക്കാൻ. നമ്മുടെ ലുലുവിൽ ഇതില്ല കേട്ടോ, ഇൻ്റർനാഷണൽ ബ്രാൻഡായിട്ട് ലുലുവിലില്ല. യെല്ലോ യെല്ലോ ആ ബേസ് യെല്ലോ പിങ്ക്. പിങ്ക് ആ ഓ പക്ഷെ ഇത് കൊള്ളാം നല്ല. ആ വേദയ്ക്ക് അല്ല, അതിനെ മാറ്റി ഞാൻ പച്ചയും പിങ്കും. ഈ പിങ്ക് എന്നേടാ ലൈറ്റ് പിങ്ക് അല്ലേ? ലൈറ്റ് പിങ്ക് ആ ലൈറ്റ് പിങ്ക് അല്ലേ? അതേതാ? ആ അപ്പോൾ ഇത് മതി. ഓക്കെ സോറി, ഇനി ഇട്ടോ, ഇനി മാറ്റി തരൂല. എപ്പോഴല്ലേ കാലിനൊരു ഭംഗിയാണ്. നീ കൊച്ചല്ലേ, കളർഫുള്ളായിട്ട് നടക്കണ്ടേ. ഓക്കെ, നമ്മൾ 3 പേരും ചെരുപ്പ് വാങ്ങിച്ച് നല്ല ചെരുപ്പ്, നല്ല മെത്തീസ് പോലത്തെ ചെരുപ്പ്. അതാണ് ഇപ്പോൾ കാലിട്ടിരിക്കുന്നത്. കണ്ടോ, വേദം ഇട്ടില്ല, ഞാൻ മാത്രം. ഏട്ടനോട്ട് ഞങ്ങളുടെ ചെരുപ്പ് ഇതിനകത്ത്. ഇനി വേദയ്ക്കൊരു ബോബ വാങ്ങിച്ചു കൊടുക്കട്ടെ. പ്രൈസൊക്കെ ഉണ്ടായിരുന്നു, ഇവിടെ നിന്ന് വെള്ളം കഴിച്ചാൽ തീരുന്നു. ബോബ ഇല്ലേ, അവിടെ നിന്ന് വെള്ളം പോലും കുടിച്ചില്ല. 460. വേദയ്ക്ക് ഒരു നോ ഒറിയോ ക്രീം ബോബയും ഞാൻ ഐസ്ഡ് കോഫി ബോബയും പറഞ്ഞു. കോൾഡ് കോഫി ബബിൾ ടീ വേണ്ട, എൻ്റെ അത് പ്രീമിയമാണ്. നീ കൂടി അത് ഞാൻ കുടിച്ചോക്കട്ടെ. ആ ന്യൂട്ടല്ലേ അല്ലേ ഇതിൽ ബബിൾസ് ഇല്ലേ? കൊള്ളാലടി ഇത്. അത് മതിയാ, പോവാം നമുക്ക്. ഇനി വണ്ടിയൊന്നും വിളിക്കാം, വെറുതെ ടൈം വേസ്റ്റ് ചെയ്യട്ടോ. ഇപ്പോൾ ഇവിടെ ഒരുപാട് സമയം കളഞ്ഞു. ആ ബാംഗ്ലൂർ ആ റോഡ് കയറി കുറേ അവിടെയൊക്കെ നല്ല സെറ്റപ്പാണ്. രാത്രി നല്ല രസമായിരിക്കും. ഇത് കൊള്ളാം. പക്ഷെ ഭയങ്കര റേറ്റ്, 2 500 രൂപയായി. റേറ്റ് ഉണ്ട് എങ്കിലും എനിക്ക് വലുതെന്ന് തോന്നുന്നു. ചെറുത് വാങ്ങിച്ചാൽ മതിയായിരുന്നു. ഇന്ന് നല്ല മഴക്കോളുണ്ട് കേട്ടോ. 4 മണിയായിട്ടേ ഉള്ളൂ. നല്ല മഴക്കാറുണ്ട്. ഇന്നലെ തമിഴ്നാടിൻ്റെ ചൂട് വെച്ച് നോക്കുമ്പോൾ ഇന്ന് ഇവിടെ ചൂട് കുറവായിട്ടാണ് ഞങ്ങൾക്ക് ഫീൽ ചെയ്തത് കേട്ടോ. വലിയ ചൂടായിട്ട് തോന്നിയില്ല. ഇന്നലെ നമ്മൾ തണലത്ത് നിന്നാലും ഒരു ഇങ്ങനെ നമ്മൾ സ്റ്റീം ചെയ്യാൻ വെച്ച കണക്കൊരു ആവി സാധനം വരുമായിരുന്നു. ഇന്നിപ്പം വെയിലത്ത് ഇറങ്ങിയിട്ടും വലിയ ചൂടില്ല. ഇതിൽ ഇന്നലെ 41 ഡിഗ്രിയാണ് കാണിച്ചത് കേട്ടോ. ഇത്രയും സമയം വരെയും 38 ഒക്കെ കാണിച്ചു, 35 അങ്ങനെ കാണിച്ചു. ഇപ്പോൾ 40 ഡിഗ്രിയൊക്കെ കാണിക്കുന്നുള്ളൂ. അപ്പോൾ എനിക്ക് തോന്നുന്നു തമിഴ്നാടിൻ്റെ അത്ര ചൂട് ഇവിടെ ഇല്ല എന്നാണ് തോന്നുന്നത്. തമിഴ്നാട് ഇന്നലെ ഭയങ്കര, രാത്രി ഞങ്ങൾ പുറത്തോട്ട് ഫുഡ് കഴിക്കാൻ ഇറങ്ങിയപ്പോഴും വെയിലില്ലെങ്കിലും ചൂട് കാറ്റിങ്ങനെ വന്നുകൊണ്ടിരുന്നു. പക്ഷെ രാവിലെ കുറച്ച് തണുപ്പുണ്ടായിരുന്നു. ഇവിടെ ഇപ്പോൾ നല്ല മഴക്കാറുണ്ട്. ഇനി നമ്മൾ ബാംഗ്ലൂർ എത്താൻ 300 കിലോമീറ്റർ അല്ലേ? 300 കിലോമീറ്റർ ഉണ്ട്. ബാംഗ്ലൂരല്ല, ഹൈദരാബാദ് എത്താൻ 300 കിലോമീറ്റർ ഉണ്ട്. നമ്മൾ ഹൈദരാബാദ് വരെ പോവില്ലെന്ന്, അതിന് മുന്നേ എവിടെയെങ്കിലും റൂം എടുക്കും. കാരണം ഒത്തിരി ടയേർഡായി നമ്മൾ വണ്ടി ഓടിച്ച് അങ്ങ് ലേറ്റ് നൈറ്റ് വരെ ഓടിച്ചിട്ട് റൂം എടുക്കുമ്പോൾ ടയേർഡായി പോകണം. കുറച്ചൊന്ന് നേരത്തെ എടുത്താൽ റിലാക്സ് ചെയ്ത് നമുക്ക് പതുക്കെ പോവാം എന്നുള്ളൊരു പ്ലാനിലാണ്. അതുകൊണ്ട് ഹൈദരാബാദ് വരെ പോകണ്ട എന്നാണ് പ്ലാൻ. അതിന് മുന്നേ നല്ല ഹോട്ടൽ റൂംസ് കിട്ടുകയാണെങ്കിൽ നമ്മൾ അവിടെ എടുക്കും. നമ്മൾ ചായ കുടിക്കാനായിട്ട് ഇവിടെ മുൻപ് നമ്മൾ ചായ കുടിക്കാൻ വന്നിട്ടുണ്ട്. ഇവിടെ കറാച്ചി ബിസ്ക്കറ്റ് വാങ്ങിച്ചിട്ട് ഇവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ട്. ഇവിടെ വെച്ച് മറന്നു പോയിട്ടുണ്ടില്ലേടാ. പാടമൊക്കെ അന്ന് നമ്മൾ വന്നപ്പോൾ നിറയെ മറ്റേ എന്തെന്നായിരുന്നു, കടുക് പാടമായിരുന്നു. ഇത് വേണം ബിങ്കോ, അതിൽ നിന്നാ കിടക്ക ബിങ്കോ. ചായ കുടിക്കാൻ കയറിയിട്ട് മണിക്കൂർ ഉണ്ടായി. അവിടെ ഇട്ടുകൊണ്ടിരിക്കുന്നതേ ഉള്ളൂ ചായ. നമ്മൾ ആ സമയം ഒരു ബിങ്കോയൊക്കെ വാങ്ങിച്ച് ഇനി അടുത്ത കടയിൽ കയറി വീണ്ടും ഇതുപോലെ താമസിക്കല്ലോ എന്ന് കരുതി വെയിറ്റ് ചെയ്യുകയാണ്. ബിങ്കോ കൊള്ളൂല, ഭയങ്കര ഉപ്പ്. ഗ്ലാസ് കപ്പ് ചൂടൊഴിച്ചതാണ്. ചൂടാക്കി തണുപ്പിച്ചു തരാം. എവിടെയെങ്കിലും ഇറങ്ങിയ 1 മണിക്കൂർ സമയം താമസം.
ചായ കുടിക്കാൻ ഇറങ്ങി 1 മണിക്കൂർ, ഫുഡ് കഴിക്കാൻ ഇറങ്ങി 2 മണിക്കൂർ. നമ്മൾ ആന്ധ്ര കയറിയിട്ടുണ്ട്. പെട്രോൾ അടിക്കാൻ വീണ്ടും നിർത്തിയിരിക്കുകയാണ്. 108 രൂപ കേട്ടോ ഇവിടെ റേറ്റ്. ഓൾമോസ്റ്റ് നമ്മൾ രാവിലെ അടിച്ചത് കഴിയാറായി. ഇത് ഫുൾ ടാങ്ക് അടിക്കാം കേട്ടോ. ഇപ്പോഴും റേറ്റ് കൂടുതലാണ്. ഇനി അടുത്ത മഹാരാഷ്ട്ര കയറുന്നവരെ നിൽക്കണ്ടായിരുന്നു. ഇനി ഫുൾ ടാങ്ക്. നമ്മളിവിടെ ഹൈദരാബാദ് എത്തുന്നതിന് തൊട്ട് മുന്നേ റൂം എടുത്തിട്ടുണ്ട്. അവിടെ റൂം എടുത്തിട്ടുള്ളത് അത്യാവശ്യം നല്ല റൂമാട്ടോ. അപ്പോൾ ഇവിടെ തന്നെ കഴിക്കുന്ന സ്ഥലമുണ്ട്. കഴിച്ചിട്ട് അങ്ങ് പോകാൻ ആർക്കും അധികം വിശപ്പില്ല. ലൈറ്റായിട്ട് എന്തെങ്കിലും കഴിച്ചിട്ട് പോകാൻ മതി. എനിക്കൊരു ജ്യൂസ് മതിയായിരുന്നു. ഇവിടെ ജ്യൂസ് ഇല്ലെന്ന് തോന്നുന്നു. ഇവിടെ റെസ്റ്റോറൻറ്റിനകത്തുണ്ടെന്ന് തോന്നുന്നു. അത് ആ കടയിൽ തന്നെ കഴിക്കാമെന്നാ. അവിടെ നിന്ന് കഴിക്കാൻ. ഇവിടെയാണ് നമ്മൾ ഹോട്ടൽ റൂം എടുത്തിട്ടുള്ളത്. ഈ കൃതുങ്കാന്ന് എഴുതിയിരിക്കുന്ന സ്ഥലത്താണ് നമ്മൾ ഉച്ചയ്ക്കും കയറി കഴിച്ചത് കേട്ടോ. അവരുടെ വേറൊരു ഔട്ട്ലെറ്റാണ് ഇവിടെ. നമ്മൾ പോരുന്ന വഴി ഒരുപാട് ഔട്ട്ലെറ്റ് ഒക്കെ ഉണ്ടായിരുന്നു. അവിടെ എഴുതി വെച്ചിട്ടുണ്ടായിരുന്നു ഇത്രയോ ഔട്ട്ലെറ്റ്സ് അവർക്ക് ഉണ്ടെന്നുള്ളത്. ഇപ്പോഴും നമ്മൾ ഇവിടെ തന്നെ കഴിക്കാൻ കയറാണ്. മുകളിലാണ് റൂമുള്ളത് കേട്ടോ. വലിയ കുഴപ്പമില്ലാത്ത അത്യാവശ്യം നല്ല റൂം. ഫുഡപ്പോൾ ഇവിടെ നിന്ന് കഴിക്കാം. അവിടെ കഴിക്കാൻ നിന്നിട്ട് എവിടെ കയറിയാലും ഒരു റേറ്റൊക്കെ തന്നെ. അപ്പോൾ ഇവിടെ കഴിക്കാൻ നിന്നിട്ട് അങ്ങനെ റൂമെല്ലാം ചെക്ക് ഇൻ ചെയ്തു. ഫുഡൊക്കെ കഴിച്ചു. ഫുഡൊക്കെ ലൈറ്റായിട്ട് കഴിച്ചതേ ഉള്ളൂ കേട്ടോ. എന്തോ ഒരു സാധനം വാങ്ങിച്ച് ബ്രെഡും ജാമും കണക്ക് ഇരിക്കുന്നൊരു സാധനം, ആപ്രിക്കോട്ട് ഡിലൈറ്റ് എന്ന് പറഞ്ഞാണ് വാങ്ങിയത്. പക്ഷേ അത് ബ്രെഡും ജാമും പോലെയാണ് ഇരുന്നത് കേട്ടോ. വേറെ ഹെവി ആയിട്ടൊന്നും കഴിച്ചില്ല. ലൈറ്റായിട്ട് കഴിച്ചു, പോയി കിടന്നുറങ്ങി. ഇത്രയൊക്കെ തന്നെയാണ് ഇന്നത്തെ വിശേഷം. ഡേ 2 വിശേഷം എന്ന് പറയുന്നത് ഇത്ര തന്നെയാണ്. നമുക്ക് ഡേ 3 വിശേഷമായിട്ട് നാളെ കാണാം. അപ്പോൾ എന്തായാലും നിങ്ങൾക്കെല്ലാവർക്കും ഈ വീഡിയോസ് ഇഷ്ടപ്പെടുന്നു എന്ന് വിശ്വസിച്ചുകൊണ്ട് ടാറ്റാ ബൈ.